ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് 15 മിനിറ്റ് ആണ് വിചാരിക്കുക. 15 മിനിറ്റിലാണ് അദ്ദേഹം സഞ്ചരിച്ചെത്തേണ്ടത്. 15 മിനിറ്റിനേക്കാളും മുന്നേ 2 മിനിറ്റ് മുന്നേ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 13 മിനിറ്റ് ആകും. 1 മിനിറ്റ് താമസിച്ചെത്തിക്കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 15 + 1 16 മിനിറ്റ് ആയി. 13ഉം 17 മാറ്റിക്കഴിഞ്ഞാൽ ഇനി എന്താണുള്ളത്? ഇവിടെ 6 9 ഉണ്ട്. നമുക്ക് 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്കും 3 cos square x minus 2 sin square x is equal to minus 0.75 and 0 less than or equal to x less than or equal to 90 degree then x. Hi all, this is Meera. Welcome back to our channel High School Max PSC. RRB Group D September 22 2018 Shift 2 എക്സാമിലെ മാത്സ് ആൻഡ് മെറ്റബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. അതായത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എ R9, B T10, C Z13, D X11. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന R9, T10, Z13, X11 ഓഡ് വൺ ഔട്ട് ഏതാണോ അത് കണ്ടെത്തുക. അതിനനുസരിച്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുക. ഓപ്ഷൻസ് ഇതാണ് ABCD. ഇത് തന്നെ നമുക്ക് ഷഫിൾ ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ നോക്കുക, ഇവിടെ ABCD നമ്മൾ Z വരെ 1 2 3 നമ്മൾ മാർക്ക് ചെയ്യുകയാണെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ആറിന് ഇവിടെ 9 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 6 തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ വന്നിരിക്കുന്ന നമ്പർ എത്രയാണ്? 18. അപ്പോൾ 9ഉം 18ഉം തമ്മിലുള്ള റിലേഷൻ എന്താണ്? 18ന്റെ പകുതിയാണ് 9. ഇനി ടിയുടെ കേസ് നോക്കുക. T 20 ആണ് വരിക. ഇങ്ങനെ മാർക്ക് ചെയ്ത് വരുമ്പം ടിയുടെ വാല്യൂ 20. ടിയുടെ പകുതിയാണ് 10 വരിക. ഇസഡിന്റെ കേസ് നോക്കുക. ഇസഡ് 26 ആണ്. ലാസ്റ്റ് ലെറ്റർ 26. ഇതിന്റെ പകുതി എന്ന് പറയുന്നത് 13 ആണ്. അപ്പോൾ എക്സ് 24 ആണ് വരിക. 24ന്റെ പകുതി എന്താണ്? 12 ആണ് വരേണ്ടത്. ഇവിടെ 11 ആണ് തന്നിരിക്കുന്നത്. ഇതാണ് ഓഡ് വൺ ഔട്ട്. ഓഡ് വൺ ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി ഡി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇവിടെ ഡി മാർക്ക് ചെയ്യരുത്. ഈ ഡി വന്നിരിക്കുന്ന ഓപ്ഷൻ എയിലാണ്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് മാർക്ക് ചെയ്യേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡ്രൈവിംഗ് അറ്റ് 48 km/h, Varun reached the destination 2 minutes ahead of time. If he drove at 42 km/h, he would have been reached 1 minute late. What is the distance that Varun drove? 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ഇതാണ് ഡി എന്ന് ഞാനിത് മാർക്ക് ചെയ്തിരിക്കുന്നു. ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ്. ഇനി ഇവിടെ ഈ ഡിസ്റ്റൻസ് കറസ്പോണ്ടിങ് ആയിട്ട് ടൈം ടി എടുത്തിരിക്കുകയാണ്. ഇനി ഇദ്ദേഹം 48 km/h സ്പീഡിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 minutes ahead of time. ഇവിടെ എത്തേണ്ട ടൈം ടി ആയിരുന്നു. അതിനേക്കാളും 2 മിനിറ്റ് മുമ്പ്, 2 മിനിറ്റ് മുമ്പായിട്ട് ഇവിടെ എത്തിച്ചേരും. 2 മിനിറ്റ് മുമ്പായിട്ട് എത്തിച്ചേരും. ഇനി 42 km/h സ്പീഡിലാണ് പോകുന്നതെങ്കിലോ എത്തേണ്ട ടൈം കഴിഞ്ഞ് 1 മിനിറ്റ് കൂടെ താമസിച്ചേ എത്തത്തുള്ളൂ. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് കാണേണ്ട ഈ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ടൈമിൻ്റെ ഇക്വേഷൻ നമുക്കറിയാലോ. ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഇവിടുത്തെ ഒരു സ്പീഡ് എന്താണ്? ഡിസ്റ്റൻസ് ബൈ 42 വരും. ഡിസ്റ്റൻസ്, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ഇവിടുത്തെ സ്പീഡ് 42 വരും. മറ്റൊരു സ്പീഡ് എന്ന് പറയുന്നത് മറ്റൊരു ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ 48 വരും. ഇതാണ് 2 ടൈം. അപ്പോൾ ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും കിട്ടി. ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഒന്ന് ലേറ്റ് ആയിട്ട് വന്നതുകൊണ്ട് ഒന്ന് മുന്നേ വന്നതുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ ടോട്ടൽ ടൈം ഡിഫറൻസ് എത്രയാണ്? 2 + 1 3 മിനിറ്റ് ആണ്. അപ്പോൾ ഇവിടെ 2 ടൈം നമുക്ക് കിട്ടി. ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് ബൈ 42 എന്ന് പറയുന്ന ഒരു ടൈം കിട്ടി. ഡിസ്റ്റൻസ് ബൈ 48 എന്ന് പറയുന്ന ഒരു ടൈം കിട്ടി. നമുക്കറിയാം ഇങ്ങനെ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതുമ്പോൾ താഴെ ചെറിയ നമ്പർ വരുന്നതാണ് വലിയ ഭിന്നസംഖ്യ. അതുകൊണ്ട് തന്നെയാണ് D/42 നിന്ന് ഈ D/48 മൈനസ് ചെയ്യുക. ഇവിടെ ഈ മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ എഴുതേണ്ടത് എന്താണ്? ഈ 2 + 1 3 മിനിറ്റ്. ഇതാണ് ഡിഫറൻസ് വരിക. അപ്പോൾ ഫസ്റ്റ് ടൈം കിട്ടി, സെക്കൻഡ് ടൈം കിട്ടി. ഈ ടൈം തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ 3 എന്ന് വരിക. അത് ഓർക്കുക, ടോട്ടൽ 2 + 1 3 മിനിറ്റ് ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 42 എന്ന് പറഞ്ഞാൽ km/h ആണ്, 48ഉം km/h ആണ്, 42ഉം km/h ആണ്. ഇത് മിനിറ്റ് ആണ്. അപ്പം മിനിറ്റിനെ മണിക്കൂറാക്കാൻ എന്താണ്? /60 കൊടുക്കുക. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഇവിടെ മിനിറ്റ് ആണ്. മിനിറ്റിനെ മണിക്കൂറാക്കാൻ വേണ്ടി /60 കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ ഇനി യൂണിറ്റിന് പ്രശ്നമൊന്നുമില്ല. കിലോമീറ്ററിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? ഇവിടെ ഫസ്റ്റ് ഞാൻ ഈ 3ഉം 60 കട്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ 1 വന്നു, ഇവിടെ 20 വന്നു. 3 × 2 6 ആണ്, 1/20 വന്നു. ഇനി ഇവിടെ 48, ഇവിടെ നമ്മൾ ചെയ്യുന്ന ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് വിചാരിക്കുക. ഇവിടെ എത്ര വരും? 48D - 42 വരും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് 6 ആണ്. അതുകൊണ്ട് 6D വന്നു. 6D/42 × 48 = 1/20 എന്ന് വന്നു. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഞാൻ 6 കട്ട് ചെയ്യുവാണ്. ഇവിടെ
8 ഇൻറ്റു 6 48 വന്നു. ഇനി 20 ആയിട്ട് കട്ട് ചെയ്യാമല്ലോ. ഇവിടെ വെച്ച് 4 വന്നു, ഇവിടെ 10 വന്നു. ഇവിടെ ഇനിയും 2 121 വന്നു, ഇവിടെ 5 വന്നു. അപ്പോൾ ഇവിടെ നോക്കുക, ഡിസ്റ്റൻസ് എന്നുള്ളത് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഇവിടെ 21 4 21 ഇൻറ്റു 4 ഇവിടെ താഴെയുള്ളത് ഇവിടെ മുകളിലേക്ക് പോകും. അപ്പം 21 ഇൻറ്റു 4/5 എന്ന് വന്നു. അപ്പോൾ ഇനി നമുക്ക് 21 ഇൻറ്റു 4 എത്ര വരും? 4 4 ഇൻറ്റു 2 8 വന്നു. 84/5. 84/5 എന്ന് പറയുമ്പം ഇനി അതിനെ ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ആൻസറായി 84/5. ഇവിടെ 1 വന്നു, 5 വന്നു, ഇവിടെ 34 വന്നു. ഇവിടെ 6 ഇൻറ്റു 5 30 4 ഉണ്ട്. ഇവിടെ 16ൻ്റെ തന്നെ 2 ഓപ്ഷൻസ് ഉണ്ട്, അതുകൊണ്ട് ഫുള്ളും ചെയ്ത് നോക്കണം. ഇവിടെ എത്ര വരും? 5 ഇൻറ്റു 8 ഇൻറ്റു 5 അല്ലേ 40 വരിക. അപ്പോൾ 16 ഇൻറ്റു 8 വന്നു. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ നിങ്ങൾ ഓർക്ക് ഇത്രയും ചെയ്താൽ മതി. ഇവിടെ തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് നമുക്ക് ഡി ആണ്, ഇതിന് വ്യത്യാസമൊന്നുമില്ല. 2 സ്പീഡുണ്ട്. അപ്പോൾ ഈ D/42 D/48 2 ടൈം നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ ചെറുത് താഴെ വരുന്നതാണ്, അതായത് 42 ആണ് 48നേക്കാളും ചെറുത്. ഈ ടൈമാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക. അതിനുശേഷം ഇനി ഇവിടെ ടൈം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 2 മിനിറ്റും 1 മിനിറ്റും വരുമ്പോൾ 2 + 1 3 മിനിറ്റാണ് എഴുതേണ്ടത്. ഇതിന് ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടി പറയാം. അതായത് ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് 15 മിനിറ്റ് ആണെന്ന് വിചാരിക്കുക. 15 മിനിറ്റിലാണ് അദ്ദേഹം സഞ്ചരിച്ചെത്തേണ്ടത്. 15 മിനിറ്റിനേക്കാളും മുന്നേ 2 മിനിറ്റ് മുന്നേ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 13 മിനിറ്റ് ആകും. 1 മിനിറ്റ് താമസിച്ചെത്തിക്കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 15 + 1 16 മിനിറ്റായി. 13ഉം 16ഉം തമ്മിലുള്ള വ്യത്യാസം 3 മിനിറ്റ് ആണ്. ഇതാണ് ടൈം തമ്മിലുള്ള ഡിഫറൻസ്. ഈ ഓരോ ടൈമാണ് നമ്മളിവിടെ കണ്ടെത്തിയ D/42 എന്ന് പറയുന്ന 16 വരും, D/48 എന്ന് പറയുന്ന 13 വരും. ഈ രീതിയിലാണ് കണ്ടെത്തിയത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈസി ആയിട്ട് ഈ ഒരു ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്ത് ആൻസർ കണ്ടെത്തുക. ഇവിടെ ആൻസർ 16.8 കിലോമീറ്റർ ആണ്. ഓപ്ഷൻ ഡി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ പാറ്റേൺ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് മോസ്റ്റ് ക്ലോസ്ലി റിസംബിൾസ് ദ പാറ്റേൺ ഇൻ ദ ഗിവൺ ഇമേജ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഇമേജ് ഇതാണ്. ഒരു സർക്കിൾ, അതിനകത്തൊരു സ്ക്വയർ, പിന്നീട് ഒരു ട്രയാങ്കിളും സ്റ്റാറും. ഇത് ഈ തന്നിരിക്കുന്ന ഈ 4 ഓപ്ഷൻസിൽ ഏത് ഇമേജുമായിട്ടാണ് ഏറ്റവും കൂടുതൽ റിസംബിൾസ് എന്ന് പറഞ്ഞാൽ സാമ്യം കാണിക്കുന്നത്, ഏറ്റവും കൂടുതൽ സാമ്യം കാണിക്കുന്നത്, അതാണ് ഈ ഓപ്ഷനിൽ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു സർക്കിൾ, അതിനകത്തൊരു സ്ക്വയർ. അപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ എയും ഡിയും ഒഴിവാക്കാൻ പറ്റും. ഒരു സർക്കിൾ, അതിനകത്തൊരു സ്ക്വയർ ആണ് വേണ്ടത്. ആ രീതിയിൽ ബിയും സിയും ഉണ്ട്. ഇനി നോക്കുക, ഇവിടെ സ്ക്വയറിനകത്തൊരു ട്രയാങ്കിളും സ്റ്റാറും. ഇവിടെ തന്നിരിക്കുന്ന സിയിൽ സ്റ്റാർ ഈ ട്രയാങ്കിളിൻ്റെ അകത്താണ്. അതുകൊണ്ട് ഇതിലും കൂടുതൽ സാമ്യം ഏതാണ്? ഓപ്ഷൻ ബിയിലാണ്. ഇനി നോക്കി, ഈ ഓപ്ഷൻ ബി കറക്റ്റ് എന്ന് പറയുമ്പം ഇതിലെവിടെയാണ്? ബിയിൽ തന്നെയാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എഡ്ജ് ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസ് ബൈ 4 സെൻറ്റിമീറ്റർ ദ വോളിയം വിൽ ഇൻക്രീസ് ബൈ 988 സെൻറ്റിമീറ്റർ ക്യൂബ്. ദെൻ ഒറിജിനൽ ലെങ്ത് ഓഫ് ദ എഡ്ജ് ഓഫ് ദ ക്യൂബ് ഈസ്. ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ക്യൂബിൻ്റെ കേസ് നമുക്കറിയാം. ക്യൂബിൻ്റെ എ ആണ് ഒരു സൈഡ് എഡ്ജ് എങ്കിൽ അതിൻ്റെ വോളിയം എങ്ങനെയാണ്? എ ക്യൂബ് അല്ലേ? എ ക്യൂബാണ് വോളിയം നമുക്കറിയാം. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഒരു ക്യൂബിൻ്റെ എഡ്ജ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് 4 സെൻറ്റിമീറ്റർ. എഡ്ജ് എത്രയായിരുന്നു? അതിൻ്റെ കൂടെ 4 സെൻറ്റിമീറ്ററോട് ഇൻക്രീസ് ചെയ്തു. ആ ടൈമിൽ അതിൻ്റെ വോളിയം, അപ്പോൾ ഇതിൻ്റെ വോളിയം ഇനി എങ്ങനെ കണ്ടെത്തുന്നത്? A+4ൻ്റെ ക്യൂബായിരിക്കും. എയുടെ ക്യൂബ് എന്ന് പറയുന്ന വോളിയം A+4. എ 4 സെൻറ്റിമീറ്റർ ഇൻക്രീസ് ചെയ്തു, അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹോൾ ക്യൂബ് വരും. അപ്പോൾ ഓൾറെഡി ഉള്ള വോളിയം എന്താണോ അതിൻ്റെ കൂടെ 988 കൂടി ആഡ് ചെയ്യേണ്ടി വന്നു. അതായത് അത്രയും ഇൻക്രീസ് ചെയ്തു. ഇൻക്രീസ് ബൈ 988 എന്ന് പറയുമ്പോൾ ഓൾറെഡി ഉള്ള വോളിയത്തിൻ്റെ കൂടെ 988 കൂടെ ആഡ് ചെയ്തു. ഇത്രയുമാണ് ഇപ്പോഴത്തെ ന്യൂ വോളിയം. ദെൻ ദ ഒറിജിനൽ ലെങ്ത് ഓഫ് എഡ്ജ്, ഈ എ ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, A+B ദ ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ A+B ദ ഹോൾ ക്യൂബ് എന്ന് പറയുമ്പം എൻ്റെ ഐഡൻറ്റിറ്റി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ വരിക? A³ + 3A² B + 3AB² + B³ ഈ ഐഡൻറ്റിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ A+4 ദ ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് വരും? A³ + 3 × A² × 4 എന്ന് പറയുമ്പോൾ 4 3s are 12 ആണ്. 12A² വരും പ്ലസ് 3 × A × 4². 4ൻ്റെ സ്ക്വയർ 16 ആണ്. 16 × 3 16 × 3 48 വരും. 48 A വന്നു പ്ലസ് 4ൻ്റെ ക്യൂബ് വരും. B³ എന്ന് പറയുമ്പോൾ 4³ വരും. 64 വന്നു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോൾ ഈ ഐഡൻറ്റിറ്റി അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇവിടെ നോക്കിയാൽ A+4 ദ ഹോൾ ക്യൂബ് നമ്മൾ ചെയ്തു ഈക്വൽ ടു വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം A³ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വിയുടെ സ്ഥാനത്ത് A³ കൊടുത്തു പ്ലസ് ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന 988 കൂടെ കൊടുക്കുകയാണ്.
88. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യം a+4 നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. അതിനുശേഷം ഇവിടെയുള്ള ബിയുടെ സ്ഥാനം നമ്മൾ ആദ്യമുള്ള a³ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടുത്തെ a³ ഇവിടെ കളയാൻ പറ്റും. അതായത് ഈ a³ ഇവിടെ വരുമ്പോൾ -a³ ആണ്, 0 ആയി പോകും. ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു 64 ഉണ്ട്, ഇവിടെ +988 ഉണ്ട്. ഈ +98 ഇങ്ങോട്ട് വരുമ്പോൾ -988 ആവും. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? 988 നിന്ന് 64 മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ 4 വന്നു, ഇവിടെ 2 വന്നു, 9 വന്നു. അപ്പം നമ്മുടെ ഇക്വേഷൻ ഇനി വരിക ഇങ്ങനെയാണ്: 12a² + 48a. ഇത്രയും അതുപോലെ എഴുതി. ഇനി ഇവിടെ -988ഉം +64ഉം ആണ്. ഇവിടെ വലുത് 988 ആയതുകൊണ്ട് മൈനസ് സിമ്പിൾ തന്നെ കൊടുക്കണം. ഇവിടെ 924 വന്നു, =0. ഇതാണ് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയത്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇനി 0 ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇനി ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് എയുടെ വാല്യൂ ആണ്. അതിനുവേണ്ടി ആദ്യം ഞാൻ ഈ 12നെ കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ എന്ത് വരും? a² വന്നു. 12 × 4 ആണ് 48. 12 ഇവിടെ വരുമ്പോൾ 12 × 7 84 വന്നു. 92 84 മൈനസ് വീണ്ടും 8 വന്നു, 84 7 വന്നു, 77. 77 × 12 ആണ് 924 =0. ഈ 12 ഇങ്ങോട്ട് വരുമ്പം 0/12 എന്ന് വന്നാലും എന്താണിത്? 0 ആയി പോകും. അപ്പം a² + 4a - 77 0 എന്ന് വന്നു. ഒരു മെത്തേഡ് എന്താണ്? നമ്മൾ ഈ എയുടെ സ്ഥാനത്തേക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് കൊടുക്കുക. കാരണം എഡ്ജ് ഓഫ് ദ ക്യൂബ് എയുടെ വാല്യൂസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഫസ്റ്റ് 7 ആണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ 7ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 49 വരും. 49 + 7 × 4 28 വന്നു, -77. ഇതിൻ്റെ വാല്യൂ 0 കിട്ടുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 40 20 60 വന്നു. 60 + 10 70 വന്നു. 70 + 7 77 വന്നു. 77 - 77 0 വന്നു. അപ്പം ഇവിടെ നമുക്ക് ആൻസർ കിട്ടി. 7 ആണ് ആൻസർ. എഡ്ജ് ഓഫ് ദ ക്യൂബ് എന്ന് പറയുന്നത്, ലെങ്ത് ഓഫ് എഡ്ജ് ഓഫ് ക്യൂബ് എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത് ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞ് എയുടെ സ്ഥാനത്തേക്ക് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 0 ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത് കണ്ടെത്തുക? അതായത് ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ 77 എന്ന് പറയുന്നത് 11 × 7 ആണെന്നറിയാം. അതുപോലെ തന്നെ 11 + 7 ചെയ്യുമ്പോഴത്തേക്കും 4 വരണം. അപ്പോൾ ഇവിടെ മൈനസ് സിമ്പിൾ വരണമെങ്കിൽ എന്താണ്? ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മൈനസ് വരണം. ഇവിടെ പ്ലസ് ആണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഇതിന് -7 കൊടുത്തു. അപ്പോൾ 11 × 7 77, പ്ലസും മൈനസും മൈനസ് വന്നു. ഇനി ഇവിടെ നോക്കുക, 11 - 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വരും. 11ന്റെ സിമ്പിൾ എന്താണോ അതാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ 11 - 7 വരിക എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുക a - 7 = 0, a + 11 = 0. ഇനി ഇവിടെ നമ്മൾ എയുടെ വാല്യൂ എങ്ങനെ കണ്ടെത്തും? -7 ഇങ്ങോട്ട് വരുമ്പോൾ +7 വരും. എയുടെ വാല്യൂ ഇവിടെ -11 വരും. +7 അല്ലെങ്കിൽ -11 ആണ് എയുടെ വാല്യൂ. നമുക്കൊരു ക്യൂബിൻ്റെ എഡ്ജിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വാല്യൂ വരത്തില്ല, അതുകൊണ്ട് തന്നെ 7 ആണ് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് നമുക്ക് മനസ്സിലായി. നമുക്ക് അറിയാവുന്ന ആ ഒരു ഐഡൻറ്റിറ്റി വെച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. അതിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ഇതിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടെത്താം. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്, 7 സെൻറ്റിമീറ്റർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് വെൻ ഡയഗ്രംസ് കറക്റ്റ്ലി റെപ്രസെൻറ്റ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫോളോയിങ് ക്ലാസസ്? ഓപ്ഷൻ എ ടെലഫോൺ, ഇവിടെ ബി തന്നിരിക്കുന്ന എയ്റോപ്ലെയിൻ, സി തന്നിരിക്കുന്ന സ്പൈഡർ. അപ്പോൾ ഈ 3 ക്ലാസ്സിൽ തന്നിരിക്കുന്ന ഇവ തമ്മിലുള്ള റിലേഷൻ കറക്റ്റായിട്ട് ഏത് വെൻ ഡയഗ്രമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ നോക്കുക, ടെലഫോൺ, എയ്റോപ്ലെയിൻ, സ്പൈഡർ, ഇത് 3ഉം തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇത് ഒരെണ്ണത്തിൻ്റെ ഫാമിലിയുടെ അണ്ടറിൽ വരുന്നതോ അങ്ങനെ ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ എ ആണ്. കാരണം എ എന്ന് പറയുന്ന ടെലഫോൺ, ബി എന്ന് പറയുന്ന എയ്റോപ്ലെയിൻ, സി എന്ന് പറയുന്ന സ്പൈഡർ, ഇത് 3ഉമായിട്ട് ഒരു റിലേഷനും ഇല്ല. അതിന് ഇൻഡിവിജ്വൽ ആയിട്ട് നിർത്തിയേക്കുവാണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. ആറാമത്തെ ക്വസ്റ്റ്യൻ: കൺസിഡർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആൻഡ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഡിസൈഡ് വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഈസ് സഫിഷ്യൻറ്റ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനി ഏതെല്ലാം സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്ന ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് സഫിഷ്യൻ്റ് ആയിട്ടുള്ളതെന്നാണ് കണ്ടെത്തേണ്ടത്. ക്വസ്റ്റ്യൻ ഇതാണ്: there are 7 balls of different sizes and colors. green, yellow, blue, orange, red, pink and black. അപ്പം 7 ഡിഫറെൻറ്റ് സൈസിലെ ഡിഫറെൻറ്റ് കളറിലെ ബോൾ ഉണ്ട്. വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദ ബോൾസ് ഫ്രം ദ ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്? അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 7 ബോളാണ്, ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 1 2 3 4 5 6 7 7 ബോളുണ്ട്. ഏറ്റവും ചെറുത് സ്മോൾ തൊട്ട് ലാർജ് വരെ ഡിഫറെൻറ്റ് സൈസിലുള്ളതാണ്. ഇതാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഈ ഒരു ആൻസർ കണ്ടെത്താൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന 5 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണിവ. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഏതെല്ലാമാണ് നമുക്കിത് കണ്ടെത്താൻ വേണ്ടി നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ളതെന്ന് കണ്ടെത്തണം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സ്റ്റേറ്റ്മെൻറ്റ്സ് 1, 4 and 5 ആർ സഫീഷ്യൻറ്റ്. ഓപ്ഷൻ ബി സ്റ്റേറ്റ്മെൻറ്റ്സ് 1, 2 and 5 ആർ സഫീഷ്യൻറ്റ്. ഓപ്ഷൻ സി സ്റ്റേറ്റ്മെൻറ്റ്സ് 1, 3 and 5 ആർ സഫീഷ്യൻറ്റ്. ഓപ്ഷൻ ഡി നെയ്തർ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് സഫീഷ്യൻറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഇത് കണ്ടെത്തുന്നതെന്ന് നോക്കാം. ഇവിടെ 7 ബോളിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? റെഡ് ബോൾ ഈസ് ലാർജർ ദാൻ ഗ്രീൻ ബോൾ. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും റെഡ് ഗ്രീനേക്കാളും വലുതാണെന്ന് കിട്ടി. നമ്മളിവിടെ എഴുതി. പിങ്ക് ബോൾ ഈസ് സ്മോളസ്റ്റ്. അപ്പോൾ ഇവിടെ കൊടുക്കാൻ പറ്റും. ഇത് എന്തായാലും ഉറപ്പാണ്. പിങ്ക് ആണ് ഏറ്റവും ചെറുത്, സ്മോളസ്റ്റ്. ദ ബ്ലൂ ബോൾ ഈസ് ലാർജസ്റ്റ് എന്ന് പറയുമ്പം അത് ഈ 7th പൊസിഷനും കൊടുക്കാൻ പറ്റും. ഇത് രണ്ടും കറക്റ്റാണ്. ഇനി ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത് ദ ഗ്രീൻ ബോൾ ഈസ് ലാർജർ ദാൻ യെല്ലോ ബോൾ. അപ്പം ഗ്രീൻ ബോൾ എന്ന് പറയുന്നത് യെല്ലോയേക്കാളും ലാർജറാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വരും, ഓർഡറിൽ വരും. ഇനി 5th സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത് ദ യെല്ലോ ബോൾ ഈസ് ലാർജർ ദാൻ ദ ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് ബോൾ. അപ്പം ഓറഞ്ച് അല്ലെങ്കിൽ ബ്ലാക്ക് ബോളിനേക്കാളും വലുതാണ് യെല്ലോ എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ റെഡ് കൊടുക്കാൻ പറ്റും, ഇവിടെ ഗ്രീൻ കൊടുക്കാൻ പറ്റും, ഇവിടെ യെല്ലോ കൊടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഓറഞ്ച് ബ്ലാക്ക് കൊടുക്കാം, അതല്ലെങ്കിൽ എന്താണ് ഇവിടെ ബ്ലാക്ക് ഇവിടെ ഓറഞ്ച് കൊടുക്കാം. അപ്പം നമുക്കിവിടെ കറക്റ്റായിട്ടുള്ള ഓർഡർ കിട്ടിയില്ല. നമുക്ക് ഇവിടെ ഇപ്പോഴും കൺഫ്യൂഷനാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോൾ തന്നെ നമ്മുടെ ഓപ്ഷനിൽ ഏത് വരും? ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നത് എന്താണ്? നെയ്തർ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് സഫീഷ്യൻറ്റ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും തന്നെ സഫീഷ്യൻ്റ് അല്ല. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. 6ാമത്തെ ക്വസ്റ്റ്യൻ 45% ഓഫ് 250 ഈസ് ഈക്വൽ ടു. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. 250ൻ്റെ 45% ചോദിക്കുമ്പോൾ 250 × 45/100 ചെയ്താൽ മതി. 0 0 ക്യാൻസലായി. ഇവിടെ 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 5 × 2 10, 9 × 5 45. 2 കൊണ്ട് 9നെ കട്ട് ചെയ്യുമ്പോൾ 4.5, 9ൻ്റെ പകുതി 4.5 വരും. ഇനി 25 × 4.5 എന്ന് പറയുമ്പോൾ 25 × 4 100 വന്നു. ഇനി 25 × 0.5 എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? 0.5 എന്ന് പറഞ്ഞാൽ അരയല്ലേ. അപ്പോൾ 25ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 12.5ആണ്. 12.5 ഈ 12.5യും കൂടെ ആഡ് ചെയ്യുക. 112.5. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 7ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ നെക്സ്റ്റ് ടേം ഇൻ ദ ഗിവൺ സീരീസ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സീരീസ് ഇതാണ് 3, 2, 9, 8, 15, 14. അടുത്ത ടേം ഏതാണ്? അടുത്ത നമ്പർ ഏതാണെന്ന് കണ്ടെത്തണം. ഇവിടെ നോക്കുക. 3, 2, 9, 8 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും 3, 9 ഇത് തമ്മിൽ റിലേഷൻ ഉണ്ട്. 9, 15 ഇതുപോലെ ഈ ഒരു റിലേഷനിൽ വരുന്നതാണ് അടുത്ത നമ്പർ. അതുപോലെ ഇവിടെ നോക്കുക 2, 8, 14 ഒന്നിടവിട്ട നമ്പേഴ്സ് തമ്മിലാണ് ഈ ഒരു സീരീസ് റിലേഷൻ വരിക. ഇനി നോക്കുക 3 × 3 9. ഇവിടെ 5 × 3 15. 3, 5 ഇനി അടുത്ത എന്താ വരുന്നുണ്ട്? ഇവിടെ 7. അതായത് ഓഡ് നമ്പേഴ്സ് ആണ്. 7 × 3 21 വരും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ സെലക്ട് ദ ടേം ദാറ്റ് റിലേറ്റ്സ് ടു ദ തേർഡ് ടേം ഇൻ ദ സെയിം വേ ദാറ്റ് ദ സെക്കൻഡ് ടേം റിലേറ്റ്സ് ദ ഫസ്റ്റ് ടേം. അപ്പോൾ ഇവിടെ പറഞ്ഞ അനലോജി ക്വസ്റ്റ്യൻ ആണ്. ഇത് തമ്മിലുള്ള റിലേഷൻ പോലെ തന്നെ ഇവിടുത്തെ ഈ 4th ടേം കണ്ടെത്താനാണ് പറയുന്നത്. സിംഗർ, സോങ്, കാർപെൻറ്റർ ഡാഷ്. സിംഗർ എന്ന് പറഞ്ഞാൽ ഗായകൻ അല്ലെങ്കിൽ ഗായിക എന്ന് പറയാം. സിംഗർ അത് സോങ് പാട്ട്. അപ്പം പാട്ടുകാരൻ അല്ലെ പാട്ടുകാരി പാട്ട്. ഈ ഒരു റിലേഷൻ വെച്ചുകൊണ്ട് കാർപെൻറ്റർ എന്ന് പറഞ്ഞാൽ ആശാരിയാണ്. ആശാരിയുടെ എന്താണ് നമുക്കിവിടെ കിട്ടുക? മോപ്പ്, മൊബൈൽ, ഫർണിച്ചർ, പെയിൻറ്. ആശാരി എന്താണ് നിർമ്മിക്കുന്നത്? ഫർണിച്ചറാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 9ാമത്തെ ക്വസ്റ്റ്യൻ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ടു ബി ട്രൂ ഈവൻ ഇഫ് ദേ സീം ടു ബി അറ്റ് വേരിയൻസ് വിത്ത് കോമൺലി നോൺ ഫാക്ട്സ്. ഡിസൈഡ് വിച്ച് ഓഫ് ദ കൺക്ലൂഷൻസ് ഈസ് കറക്റ്റ് ബേസ്ഡ് ഓൺ ദ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമുക്കിവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സും കൺക്ലൂഷൻസും തന്നിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സും നമുക്ക് സാധാരണ നമ്മൾ കാണുന്നതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കാം. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ തന്നിരിക്കുന്ന ഈ കൺക്ലൂഷൻസിൽ ഏതെല്ലാം കൺക്ലൂഷനിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു എന്ന് പറയുക. ഓപ്ഷൻസ് നമുക്ക് കാണാം. ഓപ്ഷൻ എ ഓൺലി കൺക്ലൂഷൻ 3 ഈസ് കറക്റ്റ്. ഓപ്ഷൻ ബി ഓൺലി കൺക്ലൂഷൻ 1 ഈസ് കറക്റ്റ്. ഓപ്ഷൻ സി ഓൾ ദ കൺക്ലൂഷൻസ് ആർ കറക്റ്റ്. ഓപ്ഷൻ ഡി ഓൺലി കൺക്ലൂഷൻ 2 ഈസ് കറക്റ്റ്. ഇവയാണ് ഓപ്ഷൻസ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കി നമുക്ക് വെൻ ഡയഗ്രാം വരയ്ക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. നോ വിൻഡോ ഈസ് ഹാൻഡിൽ. അപ്പോൾ ഇവിടെ നോക്കുക. ഇവിടെ വിൻഡോ, ഇവിടെ ഹാൻഡിൽ. വിൻഡോ, ഹാൻഡിൽ. നോ വിൻഡോ ഈസ് ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇവ തമ്മിലൊരു റിലേഷനുമില്ല. വിൻഡോ, ഹാൻഡിൽ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ഓൾ ഹാൻഡിൽസ് ആർ ലാഡൽസ്. ഓൾ ഹാൻഡിൽസ് ആർ ലാഡൽസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരാം. അതായത് ഇപ്പം നോക്കിയാൽ ഈ ലാഡൽസിനുള്ളിലല്ലേ എല്ലാ ഹാൻഡിലും വന്നിരിക്കുന്നത്. ഓൾ ഹാൻഡിൽസ് ആർ ലാഡൽസ് എന്ന് വന്നു.
ഇതാണ് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമുക്ക് ഏതെല്ലാം കൺക്ലൂഷൻസ് ആണ് ഇവിടെ 3 തന്നിരിക്കുന്നത്. ഫസ്റ്റ് കൺക്ലൂഷൻ എന്താണ്? ഓൾ ലാഡിൽസ് ആർ ഹാൻഡിൽസ്. എല്ലാ ലാഡിൽസും ഹാൻഡിലാണോ? അല്ലല്ലോ, ഇത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ലാഡിൽസ് എല്ലാം വരണമെങ്കിൽ ഒന്നുകിൽ ഇങ്ങനെ വരണമായിരുന്നു, ലാഡിലും ഹാൻഡിൽ ഇത് തന്നെ വരണം, അതല്ലെങ്കിൽ ലാഡിലകത്തും ഹാൻഡിൽ പുറത്തും, ഈ രീതിയിൽ വരണമായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഓൾ ലാഡിൽസ് ആർ ഹാൻഡിൽസ് എന്നുള്ളത് തെറ്റാണ്, കറക്റ്റ് അല്ല, നമുക്ക് പറയാൻ പറ്റത്തില്ല. സെക്കൻഡ് പറഞ്ഞത് സം ലാഡിൽസ് ആർ ഹാൻഡിൽസ്. സം ലാഡിൽസ് ആണ്, ഇത്രയും ഭാഗത്ത് വന്നിരിക്കുന്ന ലാഡിൽസ് എന്ന് പറഞ്ഞാൽ ഹാൻഡിൽസ് തന്നെയല്ലേ. അതുകൊണ്ട് കൺക്ലൂഷൻ 2ൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതായത് ഈ ഒരു പാർട്ടി വന്നിരിക്കുന്ന ലാഡിൽസും ഹാൻഡിൽസ് തന്നെയാണ്. അതുകൊണ്ട് സം ലാഡിൽസ് ആർ ഹാൻഡിൽസ്. രണ്ടാമത്തെ കൺക്ലൂഷൻ തന്നിരിക്കുന്നത് നോ ലാഡിൽ ഈസ് എ വിൻഡോ. ഒരു ലാഡിലും വിൻഡോ അല്ല. നമുക്കിവിടെ തന്നിരിക്കുന്ന അനുസരിച്ച് എന്താണ്, ഒരു വിൻഡോയും ഹാൻഡിലെല്ലാം തന്നിട്ടുണ്ട്. പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് ഈ രീതിയിൽ വേണേൽ വരാനുള്ള ചാൻസ് ഇല്ലേ? കുറച്ച് ലാഡിൽസ് വിൻഡോ ആകാനുള്ള ചാൻസ് ഇല്ലേ? അപ്പം നമുക്ക് ഇത് തന്നിരിക്കുന്നതിൽ നിന്ന് ഇത് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല, ഇങ്ങനെയുള്ളൊരു ചാൻസും ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് തന്നിരിക്കുന്നതിനകത്ത് സെക്കൻഡ് കൺക്ലൂഷനിൽ മാത്രമേ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. ഇനി ഇതിനനുസരിച്ച് ഓപ്ഷനിൽ ഏത് വരും? ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഓപ്ഷൻ ഡി തന്നിരിക്കുന്ന ഓൺലി കൺക്ലൂഷൻ 2 ഈസ് കറക്റ്റ്. അപ്പം ആ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഓൺലി കൺക്ലൂഷൻ 2 ഈസ് കറക്റ്റ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് POT ഈസ് റിട്ടേൺ ആസ് 15, 14, 19 then what is the code for OUGHT? നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കുക, POT 15, 14, 19 അങ്ങനെയാണെങ്കിൽ OUGHT ഏതാണെന്ന് കോഡ് കണ്ടെത്തണമെങ്കിൽ ഓയുടെ കേസിൽ എന്ത് പറയാൻ പറ്റും? 14 ആണ്. ടിയുടെ കേസിൽ എന്ത് പറയാൻ പറ്റും? 19 ആണ്. അപ്പോൾ അത് വെച്ച് തന്നെ നമുക്ക് CODO ആണെന്ന് പറയാം. പിന്നെ ഇവിടെ നോക്കിയേ, പിയുടെ നമ്മൾ ABCD ആൽഫബറ്റ്സ് എഴുതി നമ്പർ എഴുതുമ്പോൾ പിയുടെ വാല്യൂ എത്രയാണ്? 16. അതിൻ്റെ ഒന്ന് പുറകിലോട്ട് 15 വന്നു. ഓയുടെ കേസിൽ നോക്കുക, ഓയുടെ കേസിലും 15ന് ഒന്ന് പുറകോട്ട് പോയി 14. അപ്പം നമുക്ക് റിലേഷൻ മനസ്സിലായി. അതനുസരിച്ച് യുവിൻ്റെ കേസിൽ 21 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 20 വരും. ജിയുടെ കേസിൽ 7 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്ന് പുറകോട്ട് പോകുമ്പോൾ 6 വരും. എച്ചിൻ്റെ കേസിൽ 8 ആണ്. അപ്പം ഒന്ന് പുറകോട്ട് പോയി 7 വന്നു. അപ്പോൾ ഇവിടെ നോക്കിയേ 14, 20, 6, 7 ഓപ്ഷൻ ഡി ആണ് ആൻസർ. 11ാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഡിസൈഡ് വിച്ച് ഓഫ് ദ കൺക്ലൂഷൻസ് ഫോളോ ഫ്രം ദ സ്റ്റേറ്റ്മെന്റ്. അപ്പം നമുക്കിവിടെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, കൺക്ലൂഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്ത് ഏതെല്ലാം കൺക്ലൂഷൻസ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. 4 ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. ഫസ്റ്റ് ഓപ്ഷൻ, നെയ്തർ കൺക്ലൂഷൻ 1 nor 2 ഫോളോസ്. ഓപ്ഷൻ ബി, ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്. ഓപ്ഷൻ സി, ബോത്ത് കൺക്ലൂഷൻസ് 1 and 2 ഫോളോസ്. ഓപ്ഷൻ ഡി, ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? സൈക്ലിംഗ് ഈസ് എ ഗുഡ് ഫോം ഓഫ് എക്സസൈസ്. സൈക്ലിംഗ് എന്ന് പറയുന്നത് ഒരു നല്ല എക്സസൈസ് ആണെന്ന് തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് കൺക്ലൂഷൻ പറയുന്നത് ദോസ് ഹു ഡോണ്ട് സൈക്കിൾ ആർ ഓൾ അൺഹെൽത്തി. നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. സൈക്ലിംഗ് ഒരു നല്ല എക്സസൈസ് ആണ്, പക്ഷേ അത് മാത്രമല്ല എക്സസൈസ്, ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ധാരാളം എക്സസൈസ് ഉണ്ട്. അതുകൊണ്ട് ആരൊക്കെയാണോ സൈക്ലിംഗ് ചെയ്യാത്ത അവരെല്ലാം അൺഹെൽത്തി ആയിരിക്കും എന്ന് പറയുന്നത് തെറ്റാണ്. സെക്കൻഡ് കൺക്ലൂഷൻ, ഓൾ ദോസ് ഹൂ സൈക്കിൾ വിൽ നെവർ ഫോൾ ഇൽ. അപ്പോൾ ഇവിടെ പറയുകയാണ് സൈക്ലിംഗ് എക്സസൈസ് ചെയ്യുന്നവർ ഒരിക്കലും ആരോഗ്യ പ്രശ്നം ഉണ്ടാവില്ല, അവർക്ക് രോഗം വരത്തില്ലെന്നാണ് പറയുന്നത്. അതും തെറ്റല്ലേ. ഈ 2 കൺക്ലൂഷൻ നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മുടെ ആൻസർ ഏത് വരും? അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ പറഞ്ഞത് നെയ്തർ കൺക്ലൂഷൻ 1 nor 2 ഫോളോസ്. നമുക്ക് 2 കൺക്ലൂഷൻ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് സാൻഡ് ടു ഗ്രാവൽ ഇൻ എ മിക്സ്ചർ ഈസ് 17:9 while that between gravel and cement is 6:17. What is the ratio of sand to cement in the mixture? അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഒരു മിശ്രിതത്തിൽ സാൻഡും ഗ്രാവലും തമ്മിലുള്ള റേഷ്യോ തന്നിരിക്കുകയാണ്. 17:9 തന്നിട്ടുണ്ട്. ഇനിയും പറഞ്ഞിരിക്കുന്നത് ഗ്രാവലും സിമെൻറ്റും അതോടൊപ്പം തന്നെ സിമെൻറ്റും തമ്മിലുള്ള ആ റേഷ്യോ തന്നിരിക്കുന്നത് 6:7. അപ്പോൾ ഗ്രാവലിൻ്റെ നേരെ താഴെ തന്നെ ഈ തന്നിരിക്കുന്ന റേഷ്യോയിൽ ഗ്രാവലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 6 വരണം. ഈ രീതിയിൽ എഴുതണം 17. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് സാൻഡ് ടു സിമെൻറ്റ്. സാൻഡും സിമെൻറ്റും തമ്മിലുള്ള റേഷ്യോ കണ്ടെത്തണം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നിടത്ത്, അതായത് ഇവിടെ ഇതിന് തൊട്ട് മുന്നുള്ള ഈ 9 തന്നെ എഴുതണം, ഇവിടെ ഇത് കഴിഞ്ഞുള്ള 6 തന്നെ എഴുതുക. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? സാൻഡും സിമെൻറ്റും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. 17 × 9 മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. 17 × 6 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ കോമൺ ആയിട്ടുള്ള 17 മാറ്റിക്കഴിഞ്ഞാൽ ഇനി എന്താണുള്ളത്? ഇവിടെ 6, 9 കൊണ്ട് നമുക്ക് 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്കും 3 × 2 6, 3 × 3 9.
അപ്പം സാൻഡ് ടു സിമെന്റിന്റെ റേഷ്യോ 2:3 ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ആൻസർ ഫിഗേഴ്സ് വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ പ്രോബ്ലം ഫിഗർ? അതായത് ഇതാണ് നമ്മുടെ പ്രോബ്ലം ഫിഗർ. ഇതിൽ ഈ ക്വസ്റ്റ്യൻ മാർക്കിനെ റീപ്ലേസ് ചെയ്യുന്നത് ഈ ABCD ഈ 4 ഓപ്ഷനിൽ നിന്ന് കണ്ടെത്തണം. നോക്കുക, ഇവിടെ ഇയും ആറും തമ്മിലുള്ള റിലേഷൻ, ഇവിടെ 3യും 6ഉം. അപ്പം തന്നെ ഈ ഓപ്ഷൻ ബി അല്ലല്ലോ, ഇതിനകത്ത് ഇയും ആറും തമ്മിലുള്ള റിലേഷനാണ്. നമുക്ക് വേണ്ടത് 3യും 6ഉം തമ്മിലുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? ഇവിടെ നോക്കുക, 3 നേരെ തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ ഇതേ കറക്റ്റ് രീതിയിൽ, ഇതിൻ്റെ മിറർ ഇമേജ് ഒന്നും തന്നെയല്ല, അതുകൊണ്ട് ഓപ്ഷൻ എയും അല്ല. ഇനി നോക്കുക, സി ആണോ ഡി ആണോ എന്നുള്ളതാണ്. ഇവിടെ ആറ് ആദ്യം വന്നിരിക്കുന്നു, 6 രണ്ടാമത് വന്നിരിക്കുന്നു. ഇവിടെ 6 ആദ്യം വന്നിരിക്കുന്നു, ഇവിടെ 6 രണ്ടാമത് വന്നിരിക്കുന്നു. ഇവിടെ ആദ്യമാണ്. അപ്പം നമുക്ക് ആദ്യമല്ല രണ്ടാമതാണ് വേണ്ടത്. ഓപ്ഷൻ ഡി ആണെന്ന് ഈ രീതിയിലും കണ്ടെത്താം. അപ്പം ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ, കറക്റ്റ് ഓപ്ഷൻ. അത് ഇവിടെ നമ്മുടെ മാർക്ക് ചെയ്യേണ്ട ഏതിലാണ്? എയിൽ മാർക്ക് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൗരീഷ് ഈസ് നൗ 25 years old while his cousin is 7 years. After how many years will Saurish's age be 2.5 times that of his cousin? അപ്പോൾ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സൗരീഷും അദ്ദേഹത്തിൻ്റെ കസിനും ഉണ്ട്. ഞാൻ സി എന്ന് കൊടുക്കുകയാണ്, സൗരീഷും കസിനും. നൗ സൗരീഷ് ഈസ് 25 years old, 25 വയസ്സുണ്ട്. അദ്ദേഹത്തിൻ്റെ കസിൻ്റെ വയസ്സ് എത്രയാണ്? 7 വയസ്സ്. 25ഉം 7ഉമാണ് വയസ്സെന്ന് തന്നിട്ടുണ്ട്. ആഫ്റ്റർ ഹൗ മെനി ഇയേഴ്സ് വിൽ സൗരീഷ് ഏജ് ബി 2.5 times ദാറ്റ് ഓഫ് കസിൻസ് ഏജ്? അപ്പോൾ ഇവിടെ നമ്മൾക്ക് തന്നിരിക്കുന്നത് എത്ര വർഷം കഴിഞ്ഞ് സൗരീഷിൻ്റെ ഏജ് ഈ കസിൻ്റെ ഏജിൻ്റെ 2.5 times ആകും, അത്രയും മടങ്ങാകും. ഈ ഏജിന് ഇത്ര വർഷം കഴിഞ്ഞുള്ള ഈ കസിൻ്റെ ഏജിനെ 2.5 times, അത്രയും 2.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഈ സൗരീഷിൻ്റെ ഏജ് കിട്ടണം, ആ ടൈമിലെ ഏജ് കിട്ടണം. അപ്പോൾ ഈ വർഷങ്ങളുടെ എണ്ണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഓപ്ഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടെത്താം. അതിനുശേഷം നമുക്ക് നോർമൽ ചെയ്യുന്ന മെത്തേഡ് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എ തന്നിരിക്കുന്ന 6 ആണ്. 6 വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് സൗരീഷിൻ്റെ വയസ്സ് എത്ര വരും? 6 + 5 31 വരും. 25 + 6 31 വരും. ഇവിടെ എത്ര വരും? 13 വരും. അപ്പം ഇനി നമ്മൾ നോക്കുന്ന 13ന്റെ 13 × 2.5 ആണോ 31 എന്നാണ് നോക്കുക. 5 3s are 15 ആണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പോയിന്റ് സംതിങ് ആണ് വരുന്നത്, അത് കറക്റ്റ് അല്ല. അപ്പോൾ ഇനി സെക്കൻഡ് ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്ക് എത്ര വരും? 4 years, 4 വർഷം കൂടുമ്പോൾ. ഇവിടെ 11 വന്നു, ഇവിടെ 29 വന്നു. അപ്പോൾ ഇവിടെ നോക്കിയേ, 11ന്റെ 2.5 times ആണോ എന്നുള്ളതാണ് നോക്കുന്നത്. 5 × 1 5 ആണ് വരിക. അപ്പോഴും 9 വരുന്നില്ല, ആ ഒരു കേസും തെറ്റാണ്. നെക്സ്റ്റ് ഓപ്ഷൻ 5 ആണ്. 5 വർഷം കഴിയുമ്പം സൗരീഷിൻ്റെ വയസ്സ് 25 + 5 30 വയസ്സായി. 5 വർഷം കഴിയുമ്പം കസിൻ്റെ വയസ്സ് 7 + 5 12 വയസ്സായി. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? 12 × 2.5 ആണോ 30? 5 × 2 10, 0 വരുന്നുണ്ട്, പോയിന്റ് എല്ലാം മാറുന്നുണ്ട്. അപ്പം തന്നെ നോക്കാം. 12 × 2 ഇത്രയാണ്, 24 വരും. ഇനി 12 × 0.5 എന്ന് പറഞ്ഞാൽ 12ന്റെ പകുതി 6, 24 + 6 30 വരും. 12 × 2.5 എന്ന് പറഞ്ഞാൽ 30 ആണ്. അതുകൊണ്ട് തന്നെ 5 വർഷം കഴിഞ്ഞാണ് കസിൻ്റെ ഏജ് 12 ആകും. അതെന്ന് പറയുന്നത് സൗരീഷിൻ്റെ ഏജ് 30 ആണ്. 12 × 2.5 ആണ് 30. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ. സെക്കൻഡ് മെത്തേഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പറയുക? നമുക്കറിയാം ഇപ്പോഴത്തെ വയസ്സ് 25 ആണ് സൗരീഷിൻ്റെത്, 7 വയസ്സാണ് കസിൻ്റെ വയസ്സ്. ഇനി നമ്മളിവിടെ എക്സ് ഇയേഴ്സ് എന്ന് എടുക്കുവാണ്. ഈ എത്ര വർഷങ്ങളെന്ന് ചോദിച്ചിട്ടുള്ളത് എക്സ് ഇയേഴ്സ് എന്ന് എടുക്കുവാണ്. അപ്പോൾ ഇവിടെ എത്ര വരും? അത്രയും വർഷം കഴിഞ്ഞുള്ള സൗരീഷിൻ്റെ വയസ്സ് 25 + x വരും, കസിൻ്റെ വയസ്സ് 7 + x വരും. ഇനി ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കസിൻ്റെ വയസ്സിൻ്റെ കൂടെ 2.5 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉള്ളതായിരിക്കണം സൗരീഷിൻ്റെ അത്രയും വർഷം കഴിഞ്ഞുള്ള വയസ്സ്. ഇനി ഇവിടെ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 7 × 2.5 എന്ന് പറയുമ്പോഴത്തേക്കും 7 × 2 14 വരും. അതിൻ്റെ കൂടെ 7 × 7ന്റെ പകുതി എന്ന് പറയുന്നത് 3.5 അപ്പം 17.5 വരും. പ്ലസ് ഇനി 2.5 × x എന്ന് പറയുമ്പോൾ 2.5x വന്നു. ഇവിടെ 25 + x എന്ന് പറഞ്ഞാൽ 1x ആണ്. ഇനി നോക്കുക, ഈ +1x ഇവിടെ വരുമ്പോൾ -1x വന്നു. ഇവിടെ 1.5x എന്ന് വന്നു. ഇവിടെ നമ്മൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇവിടെ നോക്കുക, ഈ +17.5 ഇവിടെ വരുമ്പോൾ -17.5 വരും. ഇവിടെ എത്ര വരും? 5 വരും. ഇവിടെ 7 വരും. 7.5 വന്നു. രണ്ട് സൈഡിൽ നോക്കുക, ഒരു പോയിന്റ് ആണ് മാറ്റേണ്ടത് കൊണ്ട് രണ്ട് സൈഡിൽ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ് മാറത്തില്ല. അതുകൊണ്ട് തന്നെ ഈക്വൽ ആയതുകൊണ്ട് തന്നെ 75 = 15x എന്ന് വന്നു. ഇത് കട്ട് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര വരും? 5 വരും. അപ്പം നമ്മൾ എത്ര വർഷം എന്നുള്ളതാണ് എക്സ് എന്ന് എടുത്തത്, അതാണ് 5. അപ്പം ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താം.
15ാമത്തെ ക്വസ്റ്റ്യൻ സെല്ലിംഗ് ആൻ ഐറ്റം അറ്റ് ₹999 റേച്ചൽ മെയ്ഡ് എ ലോസ് ഓഫ് 26%. ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ഐറ്റം വാസ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഒരു സാധനം വിറ്റത് 999 രൂപയ്ക്കാണ്. അപ്പം നമ്മളൊരു സാധനത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? 100% ആണ്. പക്ഷെ ഇവിടെ പറയുന്നുണ്ട് ഇതൊരു 26% നഷ്ടമുണ്ടാക്കി. അപ്പോൾ ഇത് 999 രൂപയ്ക്ക് 26% നഷ്ടം എന്ന് പറയുമ്പോൾ 100-ൽ നിന്ന് 26 മൈനസ് ചെയ്യുമ്പോൾ 74% ഈ പറഞ്ഞിരിക്കുന്ന 999 രൂപ. അപ്പം ഒരു സാധനം വിറ്റപ്പോൾ 26% നഷ്ടം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ 100-ൽ നിന്ന് 26 മൈനസ് 74, ഈ 74 എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന 999 രൂപ. അപ്പോൾ 74% 999 ആണെങ്കിൽ 1% എന്ന് പറയുന്നത് എന്താണ്? 999/74 അല്ലേ? 74 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1% കിട്ടി. ഇനി നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 100% ആണ്. അത് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 26 യൂസ് ചെയ്യരുത്. ഇവിടെ നഷ്ടം വന്നെന്ന് പറയുമ്പോൾ 100-ൽ നിന്ന് 26 മൈനസ് 74 എന്ന് പറയും. 74% 999. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താം. ഓക്കെ, ഇനി ഇവിടെ കാൽക്കുലേഷൻ ആണുള്ളത്. ഫസ്റ്റ് ഞാൻ ഇത് തമ്മിൽ 2 കൊണ്ട് കട്ട് ചെയ്യുകയാണ്. ഇവിടെ 50 വന്നു, ഇവിടെ എത്ര വരും? 37 വന്നു. ഇനി നോക്കുക, 37 999 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 37 × 2 4 വന്നു, ഇവിടെ 74 വന്നു. 9 4 മൈനസ് ചെയ്താൽ 5 ആണ്. ഇവിടെ 9 7 മൈനസ് ചെയ്താൽ 2 വന്നു, 289. ഇവിടെ 9 ആയതുകൊണ്ട് 7 കൊണ്ട് നോക്കുക, 7 × 7 49, 4 വന്നു, 21 + 4 25 വന്നു. അപ്പോൾ 27 വന്നു, 27. ഇനി 27 × 50 ആണ് നമ്മുടെ ആൻസർ വരിക. ഇവിടെ നോക്കുക, 27 × 5 എന്ന് പറയുമ്പോഴത്തേക്കും 26ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 1350. അതായത് 27 × 50 ചെയ്യുമ്പോൾ 1350 ആണ് വരിക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 16th ക്വസ്റ്റ്യൻ, ഇഫ് 3 cos square x minus 2 sin square x is equal to -0.75 and 0 less than or equal to x less than or equal to 90 degree, then x is. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ എന്താണ്? 3 cos square x minus 2 sin square x is equal to -0.75. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഞാൻ ചെയ്യുന്നത് ഈ കോസ് സ്ക്വയർ എക്സിന് പകരം നമുക്കറിയാവുന്ന ഐഡൻറ്റിറ്റി, അതായത് കോസ് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ ഈ കോസ് സ്ക്വയർ എക്സിന് പകരം ഞാനിവിടെ ഇപ്പോൾ ഈ 3 അതുപോലെ കൊടുത്തു, കോസ് സ്ക്വയർ എക്സിന് പകരം 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് കൊടുത്തു. -2 സൈൻ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു -0.75 ആണ്. ഇനി നോക്കുക, ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ്? ഇതിനെ അകത്തേക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ 3 × 1 3 വന്നു, -3 സൈൻ സ്ക്വയർ എക്സ് -2 സൈൻ സ്ക്വയർ എക്സ്. അപ്പോൾ ഇവിടെ നോക്കുക, -3 -2 സൈൻ സ്ക്വയർ എക്സ് തന്നെയാണ്. അപ്പോൾ -3 + -2 എന്ന് പറയുമ്പോൾ 3 + 2 5 വന്നു, -5 സൈൻ സ്ക്വയർ എക്സ് എന്നാണ് നമ്മളിവിടെ എഴുതുക. ഇത് രണ്ടും കൂടെ ചേർത്ത് എഴുതി, 3-ഉം 2-ഉം കൂടെ ആഡ് ചെയ്തു, കോമൺ ആയിട്ട് മൈനസ് കൊടുത്തു. ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. ഇവിടെയുള്ള -0.75 ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്താണ്? +0.75 ആവത്തില്ലേ? ഇവിടുത്തെ ഈ -0 ഇവിടെ ഈക്വൽ ടു -0.75 ആണ്. അതിങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആയി. അപ്പോൾ ഇവിടെ എന്ത് വരും? 3.75 എന്ന് വന്നു. 3 + 0.75 3.75 ആണ്. അതുപോലെ തന്നെ ഇവിടെ ഈ -5 സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്താണ്? +5 സൈൻ സ്ക്വയർ എക്സ് ആയിട്ട് മാറി. ഇവിടെ 0 ആയിരുന്നു, 0 + 5 സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ രീതിയിൽ നമുക്ക് കിട്ടി. അപ്പോൾ ഇതുവരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ അകത്തേക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്തു, 3 + 2 5 വന്നു, മൈനസ് കൊടുത്തു, സൈൻ സ്ക്വയർ എക്സ് വന്നു. ഇനി ഈ -7.5നെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പം 3 + 7.5 3.75 ആയി. ഈ -5 സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വന്നു, 5 സൈൻ സ്ക്വയർ എക്സ് ആയി. ഇനി നോക്കുക, ഈ 5ഉം 3.75 ഇവിടെ കട്ട് ചെയ്യാം. അതായത് സൈൻ സ്ക്വയർ എക്സ്, ഈ സൈൻ സ്ക്വയർ എക്സ് എഴുതി ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള 3.75 ഉണ്ട്, ഡിവൈഡഡ് ബൈ 5 വന്നു. ഇത് കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? ഇവിടെ 7 × 5 35 വന്നു, 25 വന്നു, 5 വന്നു. ഇവിടെ 0.75 എന്ന് വന്നു. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക്, അതായത് ഇവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുക 0.75 ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, 0.75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3/4 അല്ലേ? 3/4 ആണ്, മുക്കാൽ അല്ലെങ്കിൽ 0.75. സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 3/4. തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുക. സൈൻ 60യുടെ വാല്യൂ എന്താണ്? √3/2 ആണ്. ഇനി സൈൻ സ്ക്വയർ 60 എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്ക്വയർ വരും.
√3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ √3 ഇൻറ്റു √3 3 വരും. 2ൻ്റെ സ്ക്വയർ 4 വരും. 3/4 അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി. 18th വൺ, വിച്ച് ഡസ് നോട്ട് ബിലോങ് ടു ദിസ് ഗ്രൂപ്പ്? സ്വിച്ച്, ബൾബ്, ഫിലമെൻറ്റ്, റോപ്പ്. അപ്പോൾ ഇവിടെ സ്വിച്ച്, ബൾബ്, ഫിലമെൻറ്റ് ഇത് മൂന്നും റിലേഷനിലുള്ളതാണ്. ബൾബിനുള്ളിലേതാണ് ഫിലമെൻറ്റ്, സ്വിച്ചും ബൾബുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ റോപ്പാണ് ഇതിൽ റിലേഷനിൽ പെടാത്തത്. അപ്പം റോപ്പ് എന്ന് പറയുന്നത് ഡി ആണ്. ഡി വന്നിരിക്കുന്ന ഓപ്ഷൻ ബിയിലാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫിഗർ ഫോളോസ് നെക്സ്റ്റ് ഇൻ ദ പാറ്റേൺ? അപ്പം നിങ്ങൾ ആ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ നോക്കുക. അവിടെ 3 ഫിഗർ തന്നതിന് ശേഷം 4ാമതൊരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. അപ്പോൾ അവിടെ എന്താണ് വരുന്നത്, ഏത് ഫിഗർ ആണെന്നുള്ളത് ഓപ്ഷനിൽ നിന്ന് കണ്ടെത്തണം. അപ്പം 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ഫിഗറിൽ കോമൺ ആയിട്ട് നമുക്കറിയാവുന്നത് ഒരു സ്ക്വയർ ഉണ്ട്. അതിനുള്ളിലായിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്ന എന്താണ്, 4ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കിവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ആരോ ഉണ്ട്. ആ ആരോയെ ബേസ് ചെയ്ത് പറയുവാണെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് ഇവിടെ വന്നു, സെക്കൻഡ് ഫിഗറിൽ ഇവിടെ വന്നു, തേർഡ് ഫിഗറിൽ ഇവിടെ വന്നു, അപ്പോൾ ഫോർത്ത് ഫിഗറിൽ ഇവിടെ തന്നെയാണ് വരേണ്ടത്. അപ്പം ആ ഒരു രീതിയിൽ തന്നെയാണ് എല്ലാ ഓപ്ഷൻസ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആരോ എന്ന് നമുക്ക് മനസ്സിലായി. ആരോ ഇവിടെ വരണമെന്ന് മനസ്സിലായി. ഇനി നോക്കുക, ഈ ആരോ കഴിഞ്ഞിട്ടല്ലേ, ഈ ആരോ കഴിഞ്ഞിട്ടാണ് എപ്പോഴും നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ ആ യൂണിറ്റിൻ്റെ ഒരു സിമ്പലില്ലേ, ഓമിൻ്റെ സിമ്പൽ വന്നിരിക്കുന്നത്. ആരോ കഴിഞ്ഞിട്ടാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ആരോ വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞെന്ന് പറയുമ്പോൾ, അപ്പോൾ ഫസ്റ്റ് ഇവിടെ ആയിരുന്നു, സെക്കൻഡ് ഇവിടെ ആയിരുന്നു ആരോ, തേർഡ് ഇവിടെ വന്നു, ഫോർത്ത് ഇവിടെ ആരോ വരുമ്പോൾ ആരോ കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ ഇവിടാണ് ഈ സിമ്പൽ വരേണ്ടത്. ആ ബേസിസിൽ നോക്കിയേ, ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്ത് എ, ബി, ഡി ഇതിനകത്തെല്ലാം തന്നെ ഈ ആരോ ആയിട്ട് റിലേറ്റഡ് അല്ലാതെ അതിന് ക്രോസ് ആയിട്ടാണ് ഈ ഓം എന്നുള്ള ഈ ഒരു സിമ്പൽ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് സിക്കകത്ത് ഇവിടെ ആരോ ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ആരോ കാണിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സിമ്പിൾ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സി ആണ് ആൻസർ. അപ്പോൾ സി എന്നുള്ളത് മാർക്ക് ചെയ്യേണ്ടത് എവിടെയാണ്, എയിലാണ്. എ ആണ് കറക്റ്റ് ഓപ്ഷൻ. 20ാമത്തെ ക്വസ്റ്റ്യൻ, 39 - 19 - 44 ഡിവൈഡഡ് ബൈ -4 × 3 -4. അപ്പോൾ ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. -6, -4, -8, -5. അപ്പം ഓപ്പറേഷൻസിൻ്റെ കേസിൽ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ ഇതേ രീതിയിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പക്ഷെ ഓപ്പറേഷന് അതിന് മുമ്പിൽ പ്രയോറിറ്റി ഉള്ളത് ഏതാണ്, ബ്രാക്കറ്റ്സിനാണ് പ്രയോറിറ്റി ഉള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്കറിയാം ഈ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ആകുന്ന ഇവിടെയാണ്. അപ്പോൾ ഇതൊരു ടേമാണ്, ഡിവൈഡഡ് ബൈ ഇതാണ് നെക്സ്റ്റ് ടേം. അപ്പോൾ ഈ ഒരു ടേം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ മനസ്സിലാവുക 4 × 3 12 ആണ്. മൈനസും പ്ലസും വരും. ഇത് 3 പ്ലസ് ആണ്. അപ്പോൾ 4 × 3 12, മൈനസും പ്ലസോടെ മൈനസ് വന്നു. ഇനി ഇവിടെ നോക്കുക, ഈ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ -1 ആണ്. 4 × 1 4 വന്നു, മൈനസും മൈനസോടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും, പ്ലസ് വന്നു. അപ്പം -12ഉം +4ഉം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ, ഒരു നമ്പർ പ്ലസ് 1 മൈനസും ആണെങ്കിൽ നമ്മൾ ഈ 12 വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യും. 12ൽ നിന്ന് 4 മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 8 വരും. ഇനി 12 ആണോ 4 ആണോ വലുത്, സിമ്പൽ ഇല്ലാതെ 12 ആണ്, അതിൻ്റെ സിമ്പൽ മൈനസ് ആണ്, മൈനസ് കൊടുത്തു. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് -8 എന്ന് കിട്ടി. ഈ ഭാഗത്തേക്ക് വരുമ്പം ഈ ബ്രാക്കറ്റിനുള്ളിലെ ഒരു ബ്രാക്കറ്റാണ് ഈ 19 - 44. ഫസ്റ്റ് നമ്മൾ ഇതാണ് പെർഫോം ചെയ്യേണ്ടത്. ഇവിടെ 19 പ്ലസ് ആണ്, 44 മൈനസ് ആണ്. ഇവിടെ എങ്ങനെ ചെയ്യണം, 44ൽ നിന്ന് 19 മൈനസ് ചെയ്യുക. എത്ര വരും, ഇവിടെ 5 വന്നു, ഇവിടെ 3ൽ നിന്ന് മൈനസ് 2 വന്നു, 25 വന്നു. ഇനി നമ്മൾ നോക്കുന്നത് 44 ആണോ 19 ആണോ വലുത്, 44 വലുത്, അതിൻ്റെ സിമ്പലും മൈനസ് കൊടുത്തു. ഇനി ഇവിടെ വന്നിരിക്കുന്നത് 39 - -25 എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഓർക്കുക, മൈനസും മൈനസും കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് പ്ലസ് ആകും. അതായത് ഇവിടെ 39, ഇവിടെ 25 ഇത് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ ശരിക്കും ഇതിൻ്റെ റൂൾ അനുസരിച്ച് നമ്മൾ മൈനസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഈ മൈനസ് മാറ്റി ആഡ് ചെയ്യണം. ഇവിടുത്തെ ഈ സംഖ്യയുടെ സിമ്പൽ എന്താണോ അത് ഓപ്പോസിറ്റ് ചെയ്യണം. അതാണ് റൂള്. ഇവിടെ അടുപ്പിച്ച് മൈനസ് വരുമ്പോൾ ഓർക്ക് ഇത് പ്ലസ് ആകും. ഇനി ഇവിടെ നമുക്ക് 39 + 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 4 വന്നു. ഇവിടെ ഇനി 3 + 2 5 + 1 6 വന്നു, 64 വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 64 എന്ന് കിട്ടി, ഇവിടെ നമുക്ക് -8 എന്ന് കിട്ടി. അപ്പോൾ 64 ഡിവൈഡഡ് ബൈ -8. 8 × 8 അല്ല 64. ഇത് പ്ലസ് ഇത് മൈനസും ആണെങ്കിൽ എന്ത് വരും, മൈനസ് ആണ് വരിക, -8. ഓപ്ഷൻ